ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് ആവശ്യമായ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് കൂടാതെ മോഡുലാർ കിച്ചൺ ഇത് ഉൾപ്പെടെ 5,50,000 രൂപ. അതിനകത്ത് വരുന്നത് ടൊർണാഡോ ഫ്ലഷ്, കെറോവിറ്റിന്റെ ടൊർണാഡോ ഫ്ലഷ് ഉള്ള WC ആണ് വരുന്നത്. അതുകൂടാതെ ബാക്കി ഫിറ്റിംഗ്സ്, CP ഫിറ്റിംഗ്സ് എല്ലാം കെറോവിറ്റിന്റെ, ഗ്രോഹയുടെ കൺസീൽഡ് ഫ്ലഷ് ആണ് അതിൽ വരുന്നത്. LNDയുടെ സ്വിച്ച്, RRന്റെ വയറാണ്. ഈ ഒരു ക്ലോസറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 ഹോൾസ് ആണുള്ളത്. ഈ ഹോൾസിനകത്ത് കൂടെ ടൊർണാഡോ ഫ്ലഷ് എന്നുള്ള രീതിയിലാണ് വാട്ടർ വരുന്നത്. ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് കൈകൊണ്ട് ഇതിന്റെ സീറ്റ് കവർ പൊന്തിക്കാതെ ഓട്ടോമാറ്റിക്കലി സീറ്റ് കവർ പൊന്തുകയും നമ്മുടെ ആവശ്യം കഴിയുന്ന സമയത്ത് സീറ്റ് കവർ താഴുകയും ചെയ്യുന്ന ടെക്നോളജി കെറോവൈറ്റിന്റെ കിഡിലൻ സിംഗിൾ പീസ് 7,500 ഇവിടെ അവൈലബിൾ ആണ്. സിംഗിൾ പീസ് WC ഇവരിപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് 10,000 താഴെയാണ്. ടോട്ടോയുടെ ഒക്കെ വാൾ ഹാങ് ക്ലോസറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 8,000 രൂപ റേഞ്ച് മാത്രമേ ഉള്ളൂ. ഇതെന്താണ് വൈഫൈ എനേബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഇത് ആക്ച്വലി സിമെന്റ്സിന്റെ ആണ്. സിമെന്റ്സിന്റെ വൈഫൈ ത്രൂ നമുക്ക് മൊബൈൽ ത്രൂ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് 4 പാത്രം വെച്ചിട്ട് നമുക്ക് നോർമൽ സ്റ്റൗ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേമാതിരി ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെ ഇതിനകത്ത് ഇപ്പൊ 3 മോഡായി. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഗ്ലാസ് വാഷ് ആണ് വരുന്നത്. അത് ഗ്ലാസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിന്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ് കഴുകാനുള്ള ഒരു സിസ്റ്റം ആണ്. നമസ്കാരം. ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന ഓപ്പൺ ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റികളുമായിട്ടാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിലെന്തൊക്കെ പ്രത്യേകതകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓഫറുകൾ നടക്കുന്നുണ്ടോ, ഏതൊക്കെ ഓഫറുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഷോറൂമിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമുക്കിപ്പം ഉദാഹരണത്തിന് കെറോവൈറ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ് കയറി വരുമ്പോൾ തന്നെ വെച്ചിരിക്കുന്നത്. കെറോവൈറ്റ് നമ്മൾ എല്ലാ ഷോപ്പിലും കാണുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന അത്രയും വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമുക്ക് വേറെ ഷോപ്പിൽ കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കെറോവൈറ്റിൽ വരുന്ന പ്രീമിയം ടൈപ്പ് ഓഫ് മോഡൽസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടാപ്പിൻ്റെ ഒക്കെ ഫീലിങ്സ്, അതിൻ്റെ കോട്ടിങ്സ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. നമുക്ക് പ്രീമിയം ബ്രാൻഡിൽ മാത്രം കണ്ടിരുന്നൊരു സാധനം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡിൽ കൂടെ അവൈലബിൾ ആവുന്നുണ്ട് എന്നുള്ളൊരു അവയർനെസ് കൂടെ നമുക്ക് ലഭിക്കാൻ ഇത് സഹായിക്കും. ഏറ്റവും അടുത്ത് നമുക്ക് കൈയെത്തുന്ന ദൂരത്തിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ബഡ്ജറ്റ് സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ കെറോവൈറ്റിന്റെ കിഡിലൻ സിംഗിൾ പീസ് 7,500 ഇവിടെ അവൈലബിൾ ആണ്. ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള സാനിറ്ററി ഐറ്റംസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിരിക്കും അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ബ്രാൻഡ്. ക്വാളിറ്റി കൊണ്ടും ഒരു ബ്രാൻഡ് വാല്യൂ ലെവൽ കൊണ്ടും കുറച്ച് ഹയർ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ്. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ അല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് ഇൻറ്റീരിയർ ചെയ്ത ഒരു വീട്ടിൽ പോയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകളായിരിക്കും. ഇവിടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വളരെ ക്രിഡിലായിട്ടുള്ള ഒരു ഓഫറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ പീസ് WC ഇവരിപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് 10,000 താഴെയാണ്. 10,000 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നോർമൽ ബ്രാൻഡുകളുടെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡിനെ കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ വേറെ ഷോപ്പുകളിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ പ്രൈസ് റേറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് വളരെ നല്ലൊരു ഓഫറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് ഒരു നോർമൽ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റും ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പറയാം. പല ആളുകളും വിചാരിക്കും വില മാത്രമാണ് വ്യത്യാസം എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇതിൻ്റെ മെറ്റീരിയൽ, ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ സെറാമിക് മെറ്റീരിയൽ ആണെങ്കിലും ശരി, ഇതിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിലും ശരി, ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആണെങ്കിലും ശരി, ഒരു ബ്രാൻഡിലേക്ക് വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി എൻഷുർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അമേരിക്കൻ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോഡലുകളെല്ലാം റിംലെസ് മോഡലുകളാണ്. എന്താണ് ഈ റിംലെസ് മോഡൽ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ ഒരു റിംഗ് ഉണ്ടാവും. ഈ റിമ്മിനകത്തുകൂടെയാണ് വെള്ളത്തിൻ്റെ ഫ്ലോ വരുന്നത്. ഈ ഒരു ക്ലോസറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 ഹോൾസ് ആണുള്ളത്. ഈ ഹോൾസിനകത്തുകൂടെ ടൊർണാഡോ ഫ്ലഷ് എന്നുള്ള രീതിയിലാണ് വാട്ടർ വരുന്നത്. ഞാനിതിൻ്റെ ലൈവ് ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഫ്ലഷ് പ്ലേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഹോൾസിലൂടെ ഇതേപോലെ ടൊർണാഡോ ഫ്ലഷ് ആയിട്ടാണ് വാട്ടർ വരുന്നതെന്ന് കാണാൻ സാധിക്കും.
അഴുക്കുകൾ ഈ സൈഡിലുള്ള റിമ്മിൽ നിൽക്കാനുള്ള യാതൊരു സാധ്യതയില്ല. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിലായിരിക്കും ഇതിൻ്റെ ബോഡി അമേരിക്കൻ സ്റ്റാൻഡേർഡ് പണിതിട്ടുണ്ടാവുക. കളേർഡ് ആയിട്ടുള്ള EWCകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കെറോവൈറ്റിൻ്റെ ബ്രാൻഡഡ് വാറണ്ടിയുള്ള കളേർഡ് EWCയും സെയിം കളറിൽ വരുന്ന വാഷ് ബേസിൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 2 തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രീമിയം റേഞ്ചിൽ ടോട്ടോ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ബ്രാൻഡിനോട് ക്രൈസ് ഉള്ള ആളുകൾക്ക് ഏറ്റവും പുതിയ ടെക്നോളജിയിൽ വരുന്ന ഏറ്റവും പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കെറോവൈറ്റ് തുടങ്ങിയിട്ടുള്ള മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, കിച്ചൺ ഐറ്റംസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഈ സ്ഥാപനത്തിൻ്റെ മദർ കൺസേൺ ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കൃപ ഹോം സൊല്യൂഷൻസ്. കൃപ ഹോം സൊല്യൂഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, അതേപോലെ കിച്ചൺ തുടങ്ങിയിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ആയിട്ടാണ് അവർ ഈ ഓപ്പൺ ഹൗസ് എന്ന് പറയുന്ന പുതിയൊരു സംരംഭം കൊല്ലത്ത് കൊട്ടാരക്കരയിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ ഈ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള നമ്പർ 1 എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ട് ഇനി ഈ ഓപ്പൺ ഹൗസ് മാറാൻ പോവാണ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ പ്രൈസ് പാക്കേജ് വളരെ അട്രാക്റ്റീവാണ്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ നോക്കും, നല്ല ഭംഗിയില്ലേ, വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ. ഇതിൻ്റെ ടാപ്പൊക്കെ വരുന്നത് സെൻസർ വരുന്ന രീതിയിലാണ്. നമ്മൾ തുറക്കുകയൊന്നും വേണ്ട, കൈ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി വെള്ളം വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസിൻ ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ കേർവ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രീമിയം ഫിനിഷ് വരുന്ന രീതിയിൽ. ആ ടോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡ് ഓൾറെഡി ഒരു പ്രീമിയം ബ്രാൻഡാണ്. അതിൻ്റെ എല്ലാ ക്വാളിറ്റീസും കാണിക്കുന്ന രീതിയിലുള്ളൊരു മോഡലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടോ ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഓഫർ, ഒരു പാക്കേജ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. ടോട്ടോയുടെ ഒരു ക്ലോസറ്റ് വാങ്ങുന്ന വിലയ്ക്ക് ക്ലോസറ്റും അതിൻ്റെ ഫ്ലഷ് പ്ലേറ്റും അതിൻ്റെ കൺസീൽഡ് ടാങ്കും വാഷ് ബേസിനും നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ഹൗസിൽ മാത്രം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫർ പാക്കേജ് ആണ്. ടോട്ടോയുടെ ഈ കാണുന്ന വാൾഹങ്ങായിട്ട് വരുന്ന ഒരു WC, ഈ കാണുന്ന ഫ്ലഷ് പ്ലേറ്റ്, ഈ കാലത്ത് കാണുന്ന ഹാഫ് പെഡൽ കൺസീൽഡ് ടാങ്ക്, അതേപോലെ ഈ കാണുന്ന വാഷ് ബേസിൻ മോഡൽ ഒക്കെ ഒരു കോംബോ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 36,000 രൂപയ്ക്കാണ്. ഓർക്കുക, ബ്രാൻഡ് ടോട്ടോയാണ്, ക്വാളിറ്റി സുപ്പീരിയർ ആണ്, ജാപ്പനീസ് ബ്രാൻഡാണ് ടോട്ടോ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ബ്രാൻഡിൽ ഒന്നാണ് ടോട്ടോ. ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ഷവറുകളുടെ ലൈവ് ഡിസ്പ്ലേ കാണിച്ചു തരട്ടെ. നമ്മളൊരു ഷവർ മേടിക്കുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഏതൊക്കെ ഓപ്ഷൻ ഷവറുകൾ നമുക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ഡിസ്പ്ലേ കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി ഷവറുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ലൈവ് ഡിസ്പ്ലേ ഞാൻ വേറെ ഷോറൂമിൽ കണ്ടിട്ടില്ല കേട്ടോ. ഓരോന്നും ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടുത്തെ കൺട്രോളർ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഷവറാണെങ്കിൽ നോർമൽ നമ്മുടെ റെയിൻ ഷവറിൻ്റെ രീതിയാണ് ഈ കാണിക്കുന്നത്. ഇത് പല സൈസിലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. സർക്കുലർ മോഡലും കിട്ടും, ഇതേപോലെ റെക്റ്റാങ്കുലർ മോഡലിലും നമുക്ക് ഈ ഒരു ഷവർ അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ ഈ ഒരു ഷവറിലേക്ക് വരുന്ന സമയത്ത് കെറോവൈറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഷവർ യൂണിറ്റാണിത്. സാധാരണ ഫ്ലാറ്റ് ആയിട്ട് സീലിംഗ് മൗണ്ട് ആയിട്ട് നിൽക്കുന്ന ഷവറിന് പകരം കുറച്ചുകൂടെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മിസ്റ്റ് ഫീൽ നമ്മുടെ ടോയ്ലറ്റിന് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഷവറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഇതിൻ്റെ ഫ്ലോ കൂട്ടുന്നതിനനുസരിച്ച് ആ ഒരു മിസ്റ്റ് ഫീൽ നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. 3 തരത്തിലുള്ള ഫ്ലോ ഒരൊറ്റ ഷവറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കെറോവൈറ്റിൻ്റെ വേറൊരു മോഡലാണ് കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ ഫ്ലോ ജെറ്റ് ഫ്ലോ ആണ്. നല്ല ഹാർഡായിട്ടാണ് വെള്ളത്തിൻ്റെ ഫ്ലോ വരുന്നുണ്ടാവുക. രണ്ടാമത്തെ ഫ്ലോ എന്ന് പറയുന്നത് മിസ്റ്റ് ഫ്ലോ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും നമുക്ക് അതിനകത്ത് ലഭിക്കുക. മൂന്നാമത്തെ ഫ്ലോ എന്ന് പറയുന്നത് നോർമൽ റെയിൻ ഷവർ ഫ്ലോ ആണ്. അതിൽ നോർമൽ രീതിയിൽ നമുക്ക് എങ്ങനെയാണോ വെള്ളം വരുന്നത് ആ രീതിയിൽ സെറ്റ് ചെയ്യുന്ന ഒരു മോഡലാണത്. അതും കെറോവൈറ്റിലാണ് വരുന്നത്. വേറൊരു മോഡലിലേക്ക് വരികയാണെങ്കിൽ ഈ ഇതിലേക്ക് വരുന്ന സമയത്ത് വാട്ടർഫോൾ ആയിട്ട് വരുന്ന രീതിയിലാണ് വെള്ളം വരുന്നത്. നോക്കൂ, ഇതിൻ്റെ ഒരു മോഡ് മാത്രമാണ് നമുക്ക് വേറൊരു ബട്ടൺ ഉപയോഗിച്ച് ഒരു മിസ്റ്റ് ഫീലിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും. മിസ്റ്റ് ഫീൽ വരുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ഡ്രോപ്സ് മാത്രം നമ്മുടെ വെറ്റ് ഏരിയ കംപ്ലീറ്റ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല നോർമൽ ഷവറാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും.
ഇതിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏതാണോ സെറ്റ് ആവുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു, നമ്മൾ ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് കൈകൊണ്ട് ഇതിൻ്റെ സീറ്റ് കവർ പൊന്തിക്കാതെ ഓട്ടോമാറ്റിക്കലി സീറ്റ് കവർ പൊന്തുകയും നമ്മുടെ ആവശ്യം കഴിയുന്ന സമയത്ത് സീറ്റ് കവർ താഴുകയും ചെയ്യുന്ന ടെക്നോളജി ഉണ്ടോയെന്ന്. തീർച്ചയായിട്ടും ആ ടെക്നോളജി ടോട്ടോ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഒരുപാട് കാലമായി. നിങ്ങളിപ്പോൾ കാണുന്നത് ടോട്ടോ എന്ന് പറയുന്ന കമ്പനിയുടെ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന, എന്നാൽ തന്നെ നമ്മൾ ടോയ്ലറ്റിലേക്ക് വരുമ്പം തന്നെ ഓപ്പൺ ആയിട്ട് ഓട്ടോമാറ്റിക്കലി സെൻസർ ബേസ്ഡ് ആയിട്ട് ഓപ്പൺ ആയി വരുന്ന ഒരു മോഡലാണിത്. നമുക്ക് ഈ റിമോട്ട് കൺട്രോളർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സീറ്റ് കവേഴ്സ് നമുക്ക് ആവശ്യമുള്ളതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഫ്ലഷുകൾ നമുക്ക് റിമോട്ട് കൺട്രോളിൽ വെച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ടെക്നോളജികളെല്ലാം ഇപ്പോൾ ടോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡിൽ അവൈലബിൾ ആണ്. പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അല്പം കൂടുതലായിരിക്കും, ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. സ്ഥാപനത്തിന്റെ ഓവറോൾ ഔട്ട്ലുക്ക് നമ്മൾ കണ്ടില്ലേ. ഇനി ഇതിന്റെ സാരഥികൾ ആരാണ്, ഇതിന്റെ ഓണേഴ്സ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഈ ഒരു ഫേസ് കണ്ട് പരിചയമുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മുഖം കൂടെയാണ് അല്ലേ? ഒന്ന് പരിചയപ്പെടുത്തും ആളുകളെയൊക്കെ, നമ്മുടെ സ്ഥാപനത്തെയും നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. നമസ്കാരം, എൻ്റെ പേര് വിനയൻ. അപ്പോൾ കൊട്ടാരക്കര തന്നെയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ഹൗസിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. നമ്മളൊരു 10 ഇയർ ആയിട്ട് ഇവിടെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വീടിന് ആവശ്യമായ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് ഇതെല്ലാം നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലല്ല, അത് കൃപ ഹോം സൊല്യൂഷൻസ് എന്നായിരുന്നു. അതെ അതെ, ഇത് നമ്മളൊരു എക്സ്പീരിയൻസ് സെന്റർ എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ആ കൺസെപ്റ്റ് വിശദീകരിക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം ഞാനൊന്ന് വിശദീകരിച്ചു തരാം അല്ലെ? ശരിക്കും പറയുകയാണെങ്കിൽ ചുരുക്കി ഒന്ന് പറയാൻ പറ്റും ഈ സ്ഥലത്തേക്ക് എങ്ങനെ വരാൻ പറ്റുന്നത്? ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റുന്നത് കൊല്ലം, അതായത് മെയിൻ കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്ക് നിയർ ബൈ ആണ്. കൊട്ടാരക്കര എന്നൊരു 6 കിലോമീറ്റർ മാത്രമാണ്. പുത്തൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. കറക്റ്റ് പുത്തൂർ. അതെ 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 അതെ. ശരി, ഓക്കെ. നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ കാണുന്നത് പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല ഇവിടെ കാണുന്നത് അല്ലേ? ഇതൊരു പ്രത്യേകത നിറഞ്ഞിരിക്കുന്ന തരത്തിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും. ഇവൻ ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണം ആണെങ്കിൽ പോലും ആ ഒരു പ്രത്യേകത ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റിലെ ഇതൊരു ഷോപ്പായിട്ടല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് സെന്റർ ആയിട്ട്, അതായത് നമുക്കൊരു വീട് വെക്കാൻ പ്ലാൻ ഉള്ള ഒരു കസ്റ്റമറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ പഠിക്കുന്ന കുട്ടികൾ, BArchനോ സിവിലിനോ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വരുമ്പോൾ ഇതെല്ലാം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അറിയാലോ, എല്ലാം അടുത്തൊരു ജനറേഷനെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇപ്പോഴേ ഇത് ചെയ്തേക്കുന്നത്. കാര്യം നമ്മൾ പലരും വീട് വെച്ച് കഴിയുമ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ എനിക്കത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ ഈ കാണുന്ന തന്നെ സിമെന്റ് ഫ്ലോറിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സിമെന്റ് ഫ്ലോറിംഗ്, ടൈലോ മാർബിളോ ഒന്നും ചെയ്തിട്ടില്ല. സിമെന്റ് ഫ്ലോറിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പുറത്ത് കംപ്ലീറ്റ് ഓക്സൈഡ് പ്ലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത്. പെയിന്റ് അടിച്ചിട്ടില്ല. ആ റെഡ് കളർ ഓക്സൈഡ് പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ തന്നെ നമ്മൾ നോർമൽ ഒരു ഷോപ്പിൽ കാണുന്ന രീതിയിലല്ല ഇവിടെ ഒരു ഡിസ്പ്ലേയും ചെയ്തേക്കുന്നത്. അതെ, ഇത് കുറച്ചുകൂടി രാത്രിയിൽ ഭയങ്കര ഇതിനകത്ത് മാത്രമായിരിക്കും സ്പോട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ടച്ച് ആൻഡ് ഫീൽ രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. എല്ലാം എടുത്തു നോക്കാനും ടച്ച് ചെയ്ത് നോക്കാനും അതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാനും പറ്റുന്ന രീതിയിൽ ലൈവ് ഡിസ്പ്ലേസ് ഒത്തിരി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇവർ എഫേർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു ലൈവ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ തന്നെ അങ്ങോട്ട് പ്ലംബിംഗ് ലൈൻ, ഇലക്ട്രിക് കണക്ഷൻസ് കൊടുക്കണം. അങ്ങനെ ഞാൻ പരമാവധി വെറൈറ്റി ഐറ്റംസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. തുടക്കവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇനാഗുറേഷനുമായിട്ട് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓഫേഴ്സ് ആളുകൾക്ക് കൊടുക്കാനുണ്ട്? ഉറപ്പായിട്ടും. ഞങ്ങളിപ്പോൾ ഇത് ഏറ്റവും ഞങ്ങളുടെ വലിയ ടാസ്ക് അതായിരുന്നു, എന്താണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ കസ്റ്റമറിന് കൊടുക്കാനുള്ള ഓഫർ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് അതിന്റെ നമ്മൾ ഓൾറെഡി ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ നമ്മളിപ്പോൾ ഇന്റീരിയർ കണ്ടല്ലോ, കിച്ചൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചണും കൂടി, ആ ഒരു കിച്ചൺ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ആ ഒരു വീട്ടിലുള്ള ഒരു കിച്ചൺ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കിച്ചണും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒരു റേറ്റ് വന്നേക്കുന്നത് 5,50,000 രൂപ. ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി പറയാൻ പറ്റുമോ? 2000 സ്ക്വയർ ഫീറ്റ് വീടിന് വീട് ഒരാൾക്കുണ്ടെന്ന് കരുതുക. അതെ, ആ വീടിന് ആവശ്യമായ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് കൂടാതെ മോഡുലാർ കിച്ചൺ ഇത് ഉൾപ്പെടെ 5,50,000 രൂപ. അതിനകത്ത് വരുന്നത് ടൊർണാഡോ ഫ്ലഷ്, കെറോവിറ്റിന്റെ ടൊർണാഡോ ഫ്ലഷ് ഉള്ള WC ആണ് വരുന്നത്. അതുകൂടാതെ ബാക്കി ഫിറ്റിംഗ്സ്, CP ഫിറ്റിംഗ്സ് എല്ലാം കെറോവിറ്റിന്റെ, ഗ്രോഹയുടെ കൺസീൽഡ് ഫ്ലഷ് ആണ് അതിൽ വരുന്നത്. LNDയുടെ സ്വിച്ച്, RRന്റെ വയറാണ്. ഇപ്പോൾ RR വേണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്, അടുത്ത വിഗാഡോ അല്ലെങ്കിൽ ഹാവൽസോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും കൂടി ചേർത്തിട്ടാണ് ഡെലിവറി. ഉറപ്പായിട്ടും നമ്മൾ കേരളത്തിൽ ഇപ്പൊ തന്നെ എല്ലായിടത്തും നമ്മൾ ഫ്രീ ഡെലിവറിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള ചില ഡൗട്ടുകൾ ഞാൻ ഇപ്പൊ
തന്നെ ചോദിക്കുകയാണ്, ചിലപ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും വീടുണ്ടാവുക, അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ വീട് 2100 സ്ക്വയർ ഫീറ്റ് ആവും, അല്ലെങ്കിൽ 1800 സ്ക്വയർ ഫീറ്റിലേക്ക് ചുരുങ്ങാം. അപ്പൊ ഈ പറയുന്ന വേരിയേഷൻസ്, റേറ്റിൽ വേരിയേഷൻസ്, ഇതെല്ലാം നമുക്ക് ഇപ്പം റാഫി പറഞ്ഞതിന്റെ കൂട്ട് 1800 ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാം, ക്വാണ്ടിറ്റി കുറയ്ക്കാം. അതെ, 2500 ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം. ഇനി ഇത് ഒന്നുമല്ല, ചിലപ്പം ചിലരുടെ കിണറും വീടും അടുത്തായിരിക്കും, പ്ലംബിംഗ് ലൈനിനകത്ത് പൈപ്പിനകത്തൊക്കെ വേരിയേഷൻ, ഇതെല്ലാം കൂട്ടാനും ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ വീട്ടില് ഇലക്ട്രിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുകൾ, കോൺഡ്യൂട്ട് പൈപ്പ് തൊട്ട് ഫിനിഷിങ്ങിന് ആവശ്യമായ LED ലൈറ്റ് വരും, വയറിങ്ങിന് ആവശ്യമായിട്ടുള്ള LED ലൈറ്റ് അടക്കം സാധനങ്ങൾ നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പ്ലംബിംഗ് ഐറ്റംസ്, 3 ലെയർ വൈറ്റ് ടാങ്ക് ആയിരിക്കും വരിക, കംപ്ലീറ്റ് പൈപ്പ്, CPVC പൈപ്പ് എല്ലാം, ഐറ്റംസ് കൊടുക്കുന്നത്, പെയിന്റ് ഉണ്ട്, ബെർജർ പെയിന്റ്. അതെ 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 അതെ. ഓക്കെ, പിന്നെ വേറെ എന്തായാലും കിച്ചൺ വരുന്നുണ്ട്. മോഡുലാർ കിച്ചനകത്ത് നമ്മൾ കണ്ട ഇവിടുത്തെ മെറ്റീരിയൽ വെച്ച് അത് കംപ്ലീറ്റ് പ്ലൈവുഡ് മൈക്കാണ് അതിനകത്ത് വരുന്നത്. 10 ഇയർ വിത്ത് ഗ്യാരണ്ടിയാണ്, ഓൺ സൈറ്റ് വാറന്റിയാണ്. അത് കൂടാതെ അതിന്റെ കൂടെ ഗ്ലെന്നിന്റെ ഹുഡ് ആൻഡ് ഹോബ് ഉൾപ്പെടെയാണ് വരുന്നത്. ഹോബും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എല്ലാം ഇൻക്ലൂഡിങ് കിച്ചൺ അടക്കം ഇവിടുന്ന് തരുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് ഫോർവേഡ് ചെയ്ത്. അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം അല്ലെ. ഓപ്പൺ ഹൗസിന്റെ കിച്ചൺ സെഗ്മെന്റിലാട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ 4 ടൈപ്പ് കിച്ചൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. ഒന്ന് പറയാം ഓരോന്നിന്റെ സ്പെഷ്യാലിറ്റികൾ. ഞങ്ങൾ 4 ടൈപ്പ് കിച്ചൺ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഈ ഒരു ഫിനിഷ് കണ്ടില്ലേ, ഇത് ടയൽ ഫിനിഷ് ആണ്. നമ്മൾ നോർമലി മൈക്ക അല്ലെന്നുണ്ടെങ്കിൽ MDF പല മെറ്റീരിയൽസ് കാണുമല്ലോ, ഇത് കംപ്ലീറ്റ് ടയലാണ്. 3mm ടയലാണ് ഇത് വരുന്നത്. അതെ അതെ അതെ. ആ ഒരു മാറ്റ് ഫിനിഷിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ടയൽ സെലക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു പ്രീമിയം കിച്ചൺ ആണ് ഇത് വരുന്നത്. ഇതൊരു ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഐലൻഡ് ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് എന്താ ചെയ്തിരിക്കുന്നത്? കോട്സ് ആണ്. അതെ അതെ അതെ. ഈ ഭാഗത്തൊക്കെ നിങ്ങൾ കാണുന്നത് 3mm തിക്നെസ് വരുന്ന ടൈലാണ് നൽകിയിരിക്കുന്നത്. ഡ്രോവേഴ്സിനൊക്കെ ടൈലാണോ നൽകിയിട്ടുള്ളത്? അതെ. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഷട്ടേഴ്സിനും ഇവിടെ ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ കർക്കാസും ബേസ് മെറ്റീരിയൽ ഒക്കെ എന്ത് വെച്ചിട്ടാണ്? 710 പ്ലൈവുഡ് തന്നെയാണ്. 10 ഇയർ. അതെ അതെ, 10 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി ഐറ്റം കാണിച്ചു തരട്ടെ. ഇവരുടെ ഐലൻഡ് കിച്ചണിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതെന്താണ്? വൈഫൈ എനേബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഇത് ആക്ച്വലി സിമെന്റ്സിന്റെ ആണ്. സിമെന്റ്സിന്റെ വൈഫൈ ത്രൂ നമുക്ക് മൊബൈൽ ത്രൂ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം പാത്രം, അതായത് നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങൾ എന്തെങ്കിലും ചൂടാക്കണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ മുകളിൽ നമ്മൾ വെച്ചാൽ മതി. ഉറപ്പായിട്ടും. അത് മാത്രമല്ല, ഇത് നമുക്ക് 4 പാത്രം വെച്ചിട്ട് നമുക്ക് നോർമൽ സ്റ്റൗ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേമാതിരി ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഏറ്റവും ഇതിന് സിമ്മിന് വേണ്ട, എക്സോസ്റ്റ് അടിയിലേക്കാണ്. നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു കാര്യമുള്ളൂ. അടിയിൽ കൂടി നമ്മൾ വാട്ടർ ലൈൻ വിടുന്ന മാതിരി എക്സോസ്റ്റിന്റെ വാൽവ് ഇതേപോലെ നമുക്ക് പുറത്തേക്ക് പോകും. അതെ അതെ അതെ. നമ്മളിപ്പോ ഇവിടെ കബോർഡ് അടിച്ചിട്ട് അതിന്റെ മുകളിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭിത്തി തുറന്നിട്ട് ഔട്ട് സൈഡിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ മുകളിൽ ഇതേപോലെ ഒരു ചിമ്മിനിയുടെ ആവശ്യമില്ല. അതെ. സീമെൻസ് എന്ന് പറയുന്ന സിമെന്റ്സിന്റെ ആണ് ഇത് വരുന്നത്. ഓക്കെ, ഒരു കിടിലൻ ഐറ്റം ആട്ടോ. നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു ഐറ്റം ആണ്. ഇവിടെ ഇപ്പൊ ഓപ്പൺ ഹൗസിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം അവൈലബിൾ ആണ്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ മെറ്റീരിയൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഗ്ലാസ് ആണ് വരുന്നത്. ഗ്ലാസ്, ലാക്വുഡ് ഗ്ലാസ്. അതെ അതെ അതെ. ഇതിന്റെ കളർ ചേഞ്ച് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് കളറിൽ വേണമെങ്കിലും. അതെ അതെ. സിങ്കിലേക്ക് വരുന്ന സമയത്ത് വെറൈറ്റികൾ ഒരുപാട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സിങ്ക് ആണ് അല്ലെ. ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പ്രവർത്തിച്ചു. ഉറപ്പായിട്ടും. ഇതിനകത്ത് നമ്മൾ മൾട്ടി ഫംഗ്ഷൻ സിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാണും, പക്ഷേ ലൈവായിട്ട് ഷോറൂമുകളിൽ വളരെ കുറവാണ്. അതുമല്ല ബ്രാൻഡഡ് സിങ്കുകളും വളരെ കുറവാണ്. ഇത് സ്മാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ബ്രാൻഡഡ് അല്ല എന്നുണ്ടെങ്കിലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് കിട്ടില്ല, വാറണ്ടിയും ഇല്ല. വാറണ്ടി ഒരു കേസ് കൊടുത്താൽ പോലും അവർക്ക് ഇത് കംപ്ലീറ്റ് കുത്തിപ്പൊളിച്ച് കളയേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്ക് ഓൺ സൈറ്റ് വാറണ്ടി കിട്ടും. ഇത് കണ്ടില്ല, ഇത് ഒരുപാട് ഫ്ലോസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെ ഇതിനകത്ത് ഇപ്പൊ 3 മോഡായി. അതുകൊണ്ട് തന്നെ ഇത് ഗ്ലാസ് വാഷ് ആണ് വരുന്നത്. അത് ഗ്ലാസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിന്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ് കഴുകാനുള്ള ഒരു സിസ്റ്റം ആണ്. അതെ 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 അതെ. ജെറ്റ് പോലെ ഗ്ലാസിനകത്ത്. ഇതിലെല്ലാം ഉള്ള പ്രോബ്ലം ഒരു 10,000 റുപ്പീസിനും ഇത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, പക്ഷെ ഇതിനൊന്നും സർവീസ് കിട്ടില്ല. പക്ഷെ ഇത് സ്മാക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. 5 ഇയർ വാറണ്ടി ഉള്ള ഉറപ്പായിട്ട്. ഇത് മറ്റേ വെജിറ്റബിൾ വാഷ് ആണ്. അതെ അതെ, വെജിറ്റബിൾ വാഷ് ചെയ്യാനുള്ള അത് കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. അതെ അതെ അതെ, കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട്. ഇത് ഫുൾ ആയിട്ട് ഒരു സെറ്റ് ആയിട്ടാണ്. അതെ, ഫുൾ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കളർ ഫിനിഷിൽ മാത്രമേ അവൈലബിൾ? അല്ലല്ല, വേറെ ഗോൾഡൻ കളറും എല്ലാം അവൈലബിൾ ആണ്. ശരി, ഒരാൾ കിച്ചൺ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്, അത് ഓപ്പൺ ഹൗസിന്റെ കിച്ചൺ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? നിങ്ങൾ സൈറ്റിലേക്ക് വരുമോ? ആക്ച്വലി ഫസ്റ്റ് നമ്മുടെ
ഒരാൾ മെഷർമെന്റ് എടുക്കാനായിട്ട് സൂപ്പർവൈസർ അവിടെ എത്തും, സൈറ്റിലേക്ക് സൈറ്റിലേക്ക് വരും. സൈറ്റിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് ചോദിക്കും. അവർക്ക് ഇനി 2D ആണോ ആദ്യം മതിയോ, അതോ 3D ആദ്യമേ വേണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാക്കേജ് ഡ്രോയിങ്സ്. പിന്നെ നമ്മുടെ ആ കോമ്പോയിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ 550 കോമ്പോയിലാണെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. 2D 3D ബാക്കി എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് വരുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്താണോ റിക്വയർമെന്റ്, ഫസ്റ്റ് അവർക്ക് ആ ഡ്രോയിങ് 2D ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക. 2D വിത്ത് എസ്റ്റിമേഷൻ ആണ് നമ്മൾ ചെയ്യുക. എസ്റ്റിമേഷൻ കൊടുക്കും. അതിനുശേഷം എസ്റ്റിമേഷൻ അവർ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ 3D നമ്മൾ ദിവസത്തിനുള്ളിൽ 20 days 20 days മാക്സിമം 20 days 20 ഡേയ്സിനുള്ളിൽ. അത് നമുക്ക് കാർപ്പൻട്രി വർക്ക് ഒന്നും ഇല്ലല്ലോ, നമ്മൾ അവിടുന്ന് മൊഡ്യൂൾസ് ആയിട്ട് കൊണ്ടുവരിക, അസംബിൾ ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പരിപാടി. ഈ ഒരു ഫിനിഷിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഫിനിഷ് ഏതാണ്? ഇത് മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമൽ 710 പ്ലൈക്കകത്ത് മൈക്ക ലാമിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ടാൻഡം ബോക്സുകളൊക്കെ നൽകിയിരിക്കുന്നു അല്ലേ? അതെ അതെ, നമ്മൾ ഹെറ്റിക്കിന്റെ ചെയ്യുന്നുണ്ട്, ഹൈ ഗോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത് ടൈൽ അല്ലേ? ക്വാർട്സ് തന്നെയാണ്. നമ്മളിവിടെ എല്ലാം ക്വാർട്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വീണ്ടും 2 കിച്ചൺസ് ഈ സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അക്രലിക് ഫിനിഷിലെ മൂന്നാമത്തെ അക്രലിക് ഫിനിഷിലെ കിച്ചൺ ആണിത്. അക്രിലിക് ഫിനിഷ് ആണ്, നല്ല ഗ്ലോസിനെസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല മാറ്റ് ഫിനിഷിലാണ് അതിന്റെ ഹാൻഡിൽ പ്രൊഫൈൽസ് ഒക്കെ. ഇത് ആക്ച്വലി ഒരു കൊറിയൻ ബ്രാൻഡ് ആണ് ഈ അക്രലിക് നമ്മൾ എടുക്കുന്നത്. LG ആയിട്ടുള്ള കൊറിയൻ ബ്രാൻഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ PVC ട്രേസ് ആണ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ബാസ്ക്കറ്റുകളൊക്കെ നോക്കാം. കംപ്ലീറ്റ് ബാസ്ക്കറ്റുകൾ കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് ഉറപ്പായിട്ടും അവർ യൂസ് ചെയ്യുന്നതല്ലേ, അവരുടെ റിക്വയർമെന്റിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ. ഇപ്പൊ ഇവിടേക്ക് നോക്ക്, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈനിലേക്ക് ചെയ്തു കൊടുക്കുന്ന ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ 4ാമത്തെ കിച്ചൺ നിങ്ങൾ ഈ കാണുന്ന വുഡൻ ഷെയ്ഡ് കിച്ചൺ ആണ്. ഈ കിച്ചൺ ആണ് ഇവരുടെ വെൽക്കം ഇനാഗ്രേഷൻ ഓഫറിന്റെ ഭാഗമായിട്ട് ഇവരുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കിച്ചൺ അല്ലെ? അതെ, ഉറപ്പായിട്ടും. നമ്മുടെ 550, അതായത് 5,50,000 രൂപയ്ക്ക് ഈ കിച്ചൺ ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത്. കിച്ചൺ മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ, വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളിലും ഈ കിച്ചൺ അടക്കം അവര് ഈ പൈസക്ക് ചെയ്തു തരുന്നുള്ളതാണ്. അത് ഈ കിച്ചൺ അവർക്ക് ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. ഏകദേശം ഈ ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറയുക ഡയറക്റ്റ് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കിച്ചന്റെ ഒക്കെ ഫിനിഷിങ് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫിനിഷിങ് ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആവും, ഇവിടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആക്ച്വലി ചിലർക്ക് ഇപ്പം എന്താ പറയാ, കൊച്ചിക്ക് അപ്പുറത്തേക്കുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പക്ഷേ ഇതിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫാക്ടറിയിൽ പോകാൻ പറ്റും. എറണാകുളത്ത് വരാപ്പുഴയാണ് നമ്മുടെ ഫാക്ടറി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം. അതെ അതെ. ബാക്കി നിങ്ങൾക്ക് ഇപ്പം വയറും കാര്യങ്ങളൊക്കെ ബ്രാൻഡഡ് വയറുകളും കാര്യങ്ങളും ഉറപ്പായിട്ടും. പെയിന്റ് ആണെങ്കിൽ ബേർജറിന്റെ പെയിന്റ് ആണെന്നുള്ള സാധനങ്ങൾ. അപ്പൊ എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് വിളിക്കാം. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് തന്നെ അതിന് വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. കസ്റ്റമർ സപ്പോർട്ട് ഞാൻ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നു. ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം അവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഭാഗം കംപ്ലീറ്റ് ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ് അല്ലെ? അതായത് ഇപ്പം ഇതിവിടെ ഒരു സെയിൽ പർപ്പസിനേക്കാളും ഇല്ല, ഇവിടെ ബില്ലിംഗ് എന്നുള്ള പർപ്പസേ ഇല്ല. ബില്ലിംഗ് ഇല്ല, ഇവിടെ എക്സ്പീരിയൻസ് സെന്റർ മാത്രമാണ്. അപ്പൊ ഒരാൾക്ക് സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുമല്ലോ. നിങ്ങളുടെ ഷോപ്പ് തൊട്ടടുത്തല്ലേ ഷോപ്പ്. അപ്പൊ ഇതേപോലെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം. ഫുൾ ലാൻഡ്സ്കേപ്പ് ചെയ്തു അല്ല, ഞങ്ങൾ ഈ പുറത്ത് ചെയ്തേക്കുന്ന തന്നെ ആ ലാൻഡ്സ്കേപ്പിൽ ഇപ്പൊ പകലായോണ്ടാണ് ഫുള്ള് നമ്മൾ ഔട്ട്ഡോർ ലൈറ്റ്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഇവന്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലയന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് തന്നെ ഈവനിങ്ങിലാണ്. കാര്യം ഈവനിങ്ങിൽ അവർക്ക് വരുമ്പോൾ ആ വെളിയിൽ അവർക്കൊരു ലൈറ്റ് അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് പോകും അവർക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കേണ്ടത്. ഇവര് അടിപൊളി ഇവന്റ്സുകൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ട്സിന്റെ മീറ്റ്സ് അതാണ് മെയിൻ. എന്തെങ്കിലും ഉറപ്പായിട്ടും അവരെയും കണ്ടക്ട് ചെയ്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും. അതെ അതെ. ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ടാവും. ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമുകളുടെ ഒക്കെ അതിനകത്ത് വരും. അതെ അതെ. അപ്പോ നമുക്കിപ്പോ ഈ ഒരു സ്ഥാപനം കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിൽസുകൾ എല്ലാം കാണിച്ചിരിക്കുന്നു. സാനിറ്ററി ഐറ്റംസിന് ഇപ്പോ നല്ല പ്രൊഡക്റ്റില് നല്ല ബ്രാൻഡിൽ തന്നെ നല്ല ഓഫേഴ്സ് 50% വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ 50 വരെ നമുക്ക് ടോട്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേടിയാവും. ടോട്ടോ എന്ന്
എന്നാണ് ബ്രാൻഡ്. ടോട്ടോയുടെ ഒക്കെ വാൾ ഹാങ് ക്ലോസറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 8,000 രൂപ റേഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ നോർമൽ കസ്റ്റമേഴ്സ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ചൂസ് ചെയ്യുന്ന റേറ്റേ ആവുന്നുള്ളൂ ടോട്ടോയ്ക്ക് പോലും. അതായത് നമുക്കൊരു നോർമൽ ബ്രാൻഡിന്റെ പേര് ഞാൻ പറയാത്ത ഒരു ബ്രാൻഡിനെയും നമുക്ക് അതെ ഡിഗ്രേഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ്. നോർമൽ ബ്രാൻഡ് മേടിക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ടോട്ടോ അമേരിക്കൻ സ്റ്റാൻഡേർഡ് പോലത്തെ ബ്രാൻഡുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത. 2 തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ഇവർ അഫോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് സാധാരണ നോർമൽ കസ്റ്റമേഴ്സിന് നോർമൽ പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റുകൾ ഇവർക്ക് നൽകാൻ സാധിക്കും. രണ്ടാമത്തത് നിങ്ങൾ അല്പം ഒരു പ്രീമിയം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. 2 രീതിയിലും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. 2 തരത്തിലുള്ള ആളുകൾക്കും ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി പ്രൊഡക്ട്സുകൾ ഒന്നും മേടിച്ചില്ലെങ്കിലും പുതിയ പ്രൊഡക്ട്സുകൾ കാണാൻ വേണ്ടി ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ബില്ലിങ്ങിന്റെ ഒരു പ്രൊസീജിയറും ഇല്ല. അവർക്ക് വരിക, നമുക്ക് അതല്ലേ സന്തോഷം. അവർ നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ആ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ടാവും. ഇവിടുത്തെ ലൊക്കേഷനും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.